ഇന്ത്യയിൽ ഒരു വർഷം ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് ആണ് നീറ്റ് അറ്റൻഡ് ചെയ്യുന്നത്. ഒരു സ്റ്റുഡന്റിന് മെറിറ്റ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ പ്രൈവറ്റ് സീറ്റിൽ MBBS പഠിച്ചിറങ്ങാൻ ഡൊണേഷൻ അടക്കം ലക്ഷക്കണക്കിന് രൂപയാകും. സോ ഇതുപോലെ നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനും അവരുടെ പാരൻസിനും ഒരുപാട് കൺസേൺസ് ഉണ്ടാവും. ഇന്നത് ഡിസ്കസ് ചെയ്യാൻ 18 വർഷത്തിന് മേലെ കരിയർ കൗൺസിലിംഗ് രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള അജിത് സാർ നമ്മുടെ കൂടെയുണ്ട്. സർ, താങ്ക് യു മേദിനി. നേരത്തെ മേദിനി പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. ശരിക്കും ഇന്ത്യയിൽ 24 ലക്ഷത്തോളം ആൾക്കാരാണ് നീറ്റ് എക്സാം എഴുതുന്നത്. ഈ 24 ലക്ഷം ആൾക്കാരിൽ ഒരു 13 ലക്ഷത്തോളം ആൾക്കാരായിരിക്കും ഇത് പാസ്സാകുന്നുണ്ടാവുക. ഈ പാസ്സായി കഴിഞ്ഞ 13 ലക്ഷം ആൾക്കാർ പാസ്സായാലും ശരിക്കും 1 ലക്ഷത്തോളം സീറ്റുകളാണ് ഇന്ത്യയിൽ MBBSന് അവൈലബിൾ ആയിട്ടുള്ളത് ശരിക്കും. അപ്പം ഈ 1 ലക്ഷം കഴിഞ്ഞ് ബാക്കി 12 ലക്ഷത്തോളം ആൾക്കാർ അവർ ശരിക്കും അവരുടെ സ്വപ്നങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടൊക്കെ പലപ്പോഴും ജീവിക്കാറുണ്ട്. ചിലപ്പോൾ അവർ റിപ്പീറ്റ് ചെയ്യാറുണ്ടാവാം, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാറുണ്ടാവാം, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന അങ്ങനെ 3-4 വർഷമൊക്കെ നീറ്റിന് വേണ്ടി കളയുന്ന ഇഷ്ടംപോലെ കുട്ടികൾ എനിക്കറിയാവുന്ന കുട്ടികളുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു റാറ്റ് റേസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 8th സ്റ്റാൻഡേർഡ് മുതലൊക്കെ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. ഇത്രയും പ്രിപ്പയർ ചെയ്തിട്ടും ഇവർക്ക് ചിലപ്പം ഇത് എക്സാം പാസ്സായാലും ചിലപ്പോൾ സീറ്റ് കിട്ടാറില്ല, ഈ MBBSന് സീറ്റ് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആലോചിക്കുക അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെയാണ് ചിലപ്പോൾ പല കുട്ടികളും ആത്മഹത്യ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കേൾക്കുന്നത്. കാരണം അത്രയും വർഷത്തോളം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവർക്ക് MBBSന് അഡ്മിഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ശരിക്കും അവരുടെ കഴിവില്ലാത്തത് കൊണ്ടായിരിക്കില്ല അത്. ശരിക്കും നമ്മൾ ഇന്ത്യയിലെ സിസ്റ്റം അങ്ങനെയാണ്, അതുകൊണ്ടായിരിക്കും. അപ്പം ഈ സമയത്തൊക്കെയാണ് ശരിക്കും പാരൻസ് സ്റ്റുഡൻസിനൂടെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടത്. കാരണം വെച്ചാൽ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് പാരൻസിനായിരിക്കും കൂടുതൽ അറിയുന്നത്. അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവരെ കൂടെ നിന്നിട്ട് നിനക്ക് ഇത് പഠിച്ച് പാസ്സായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിൻ്റെ ഡ്രീം എന്താണോ അതിൽ എന്താണെങ്കിലും നമ്മളതിൻ്റെ കൂടെ നിൽക്കും. ഇനി നിനക്ക് ഡോക്ടർ ആകണം തന്നെയാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും വേറെ അടുത്ത ഓപ്ഷൻ എന്താണെന്നുള്ളത് നോക്കുക. ഇതായിരിക്കും ശരിക്കും ഒരു പാരൻസ് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ശരിക്കും അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ അവർക്കിപ്പം ഇന്ത്യയിൽ പഠിക്കാൻ സീറ്റുകൾ അവൈലബിൾ അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. അതും ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റികൾ, നല്ല ക്ലാസ്സുകൾ കൊടുക്കുന്ന നല്ല യൂണിവേഴ്സിറ്റികൾ വിദേശത്തുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ പാരൻസിൻ്റെ അടുത്ത് പറയാനുള്ള കാര്യം ഇതാണ്, അവരെപ്പോഴും സ്റ്റുഡൻസിൻ്റെ കൂടെ നിൽക്കുക. കാരണം അവരുടെ മാനസികാവസ്ഥ ഏതിലൂടെയാണ് പോകുന്നതെന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അവർക്ക് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് ആണ് നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ ഇന്ത്യയിൽ വളരെ കുറഞ്ഞ സീറ്റ്സ് മാത്രമാണ് സ്റ്റുഡൻസിന് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് റിപ്പീറ്റ് ഒന്നും ചെയ്യുന്നതിന് പകരം എബ്രോഡ് MBBS ചൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എബ്രോഡ് പോകുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. എന്നാൽ അത് ശ്രദ്ധിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് അല്ലെങ്കിൽ കൃത്യമായ ഒരു ഗൈഡൻസ് ലഭിക്കാത്തത് കൊണ്ട് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ പല ചതിക്കുഴികളിലും പെട്ടുപോകുന്നു. ശരിയാണ്, ഒരുപാട് കുട്ടികൾ പല ചതിക്കുഴിയിലും പോയി വീഴാറുണ്ട്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് കൊടുക്കാൻ ആൾക്കാരില്ല, അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ അറിയില്ല എന്നുള്ളത് തന്നെ ആയിരിക്കാം. ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ പാരൻസ് അവരെ മക്കളെ വിടുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അത് ഒരു രാജ്യം എങ്ങനെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ഇത് കാരണം ഇത് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. നമ്മൾ നെറ്റിൽ അടിച്ചു കഴിഞ്ഞാലും ആർക്കും ഇന്ന് ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനകത്ത് രാജ്യം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം അവിടെ ഇന്ത്യയുമായിട്ടൊരു നല്ല നയതന്ത്രപരമായിട്ടുള്ള അടുപ്പമുള്ള ഒരു രാജ്യമാണോ എന്ന് നോക്കണം. കാരണം ഭയങ്കര വാർ സിറ്റുവേഷനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ടും ഇല്ലാത്ത ഒരു രാജ്യത്തൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പാരൻസിനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടാകുന്ന കാര്യമായിരിക്കും. പിന്നെ കാര്യമാണ് സേഫ്റ്റി. ഈ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യമാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഏതൊക്കെ രാജ്യങ്ങളിലാണ് വാർ ഉണ്ടാകാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള നയതന്ത്രപരമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ നിർബന്ധമായിട്ട് നോക്കിയതിന് ശേഷം നമ്മളത് കുട്ടികൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോൾ പല ആൾക്കാരും വേറെ രാജ്യങ്ങളൊക്കെ പറയാം, ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഉക്രൈൻ പണ്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം നമുക്കറിയാം. അവിടെ വാർ വന്നിട്ട് വാർ വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കൃത്യമായിട്ട് കുട്ടികൾ പറയുന്ന എല്ലാ രാജ്യങ്ങളും കറക്റ്റാണെന്ന് മനസ്സിലാക്കാതെ കൃത്യമായിട്ടുള്ള ഗൈഡൻസിലൂടെ അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അവരെ ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് വിടുക. അതുപോലെ തന്നെയാണ് അവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ആ രാജ്യത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അതിന് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഇന്ത്യക്കാർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. ആ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ളൊരു രാജ്യമാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഒരു ഇന്ത്യൻ എംബസി ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഇന്ത്യൻ എംബസി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നയതന്ത്രമായിട്ടുള്ള എന്ത് പ്രശ്നമാണെങ്കിലും അവിടെ ഒരു ആവശ്യത്തിന് എംബസി നമ്മളെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. പിന്നെ എക്സ്പെൻസീവ് ആണോ നോക്കണം. കാരണം പാരൻസിനൊക്കെ യാത്ര ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ പാരൻസിന് ഇപ്പോൾ 6 വർഷം പഠിക്കുന്ന ഒരു MBBS പഠിക്കുമ്പോൾ 6 വർഷമൊക്കെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ പാരൻസിന് ചിലപ്പം അവരുടെ അടുത്തേക്ക് പോകേണ്ടിക്ക് വരും. അപ്പം ഈ പറഞ്ഞ വിസ ചാർജുകൾ അല്ലെങ്കിൽ ടിക്കറ്റ് ചാർജ് അല്ലെങ്കിൽ എക്സ്പെൻസ് കൂടുതലുള്ള രാജ്യമാണെങ്കിൽ ഈ പറഞ്ഞ കുട്ടികൾക്ക് ജീവിക്കാനും അല്ലെങ്കിൽ പാരൻസിനൊന്ന് കാണാൻ വരാനൊക്കെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ വരുന്നതാണ്
അവിടുത്തെ ക്ലൈമറ്റ് നോക്കണം നമ്മൾ. ക്ലൈമറ്റ് ഭയങ്കര എക്സ്ട്രീം തണുപ്പുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളാണെങ്കിൽ ചില ആൾക്കാർക്ക് പ്രശ്നം വെച്ചാൽ അവർക്ക് പല അസുഖങ്ങളുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊരു രാജ്യം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ അത് വലിയ ബുദ്ധിമുട്ടല്ല. കാരണം ഇന്ത്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ഗൈഡൻസ് പറഞ്ഞിട്ടുണ്ട്. അതിന് NMC ഗൈഡ് ലൈൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന കുറച്ച് കമ്മീഷൻസ്. അത് എന്താണ് 2021 നവംബർ 18 വന്നിരിക്കുന്ന കുറച്ച് റൂളുകളുണ്ട്. അപ്പം ആ റൂൾ പ്രകാരം പറയുന്ന കുറച്ച് കാര്യങ്ങൾ പ്രകാരം മാത്രമായിരിക്കും ആ വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇന്ത്യയിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ജോലി ചെയ്യാനോ പ്രാക്ടീസ് ചെയ്യാനോ പറ്റുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദേശത്ത് പോയി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് നിർബന്ധമായിട്ടും 54 മാസം ആ ക്ലാസ് അവരുടെ കോളേജിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിരിക്കണം. 54 മാസത്തെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് ഇൻറ്റേൺഷിപ്പ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ചിരിക്കണം, ഇൻറ്റേൺഷിപ്പ് ചെയ്തിരിക്കണം. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കണം. പിന്നെ കുറച്ച് സബ്ജക്ട്സുകൾ പറയുന്നുണ്ട്. അതൊരു 19 നിർബന്ധമായിട്ടും മെഡിക്കൽ സ്റ്റുഡൻസ് പഠിച്ചിരിക്കേണ്ട 19 നിർബന്ധമായിട്ട് പഠിക്കേണ്ട 19 സബ്ജക്ട്സ് ഉണ്ട്. അത് നിർബന്ധമായിട്ട് പഠിക്കണം. ഈ 19 സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് 3 ഫേസ് ആയിട്ട് തിരിച്ചിരിക്കുന്ന ഒരു 19 സബ്ജക്ട്സുകളാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ട് പഠിച്ചിരും. അങ്ങനെ കുറച്ച് ഗൈഡൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇൻറ്റേൺഷിപ്പിൻ്റെ പറയുന്ന സമയത്ത് തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്. അതൊരു റൊട്ടേറ്റിംഗ് ഇൻറ്റേൺഷിപ്പ് ആയിരിക്കണം. റൊട്ടേറ്റിംഗ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ചില രാജ്യങ്ങളിൽ, ചില യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പറഞ്ഞ ഇവർ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇൻറ്റേൺഷിപ്പിൻ്റെ പല സബ്ജക്ട്സുകൾ ആഡ് ചെയ്യും. ചിലപ്പോൾ 8th സെമ്മിലും 12th സെമ്മിലൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പറഞ്ഞ സബ്ജക്ട്സുകൾ ആഡ് ചെയ്യാറുണ്ട്. ഇവർ ഇൻറ്റേൺഷിപ്പും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഈ പറഞ്ഞ സബ്ജക്ട്സുകൾ പഠിപ്പിക്കുന്നത്. അത് നിയമപരമായിട്ട് ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം NMC ഗൈഡ്ലൈൻസ് കൃത്യമായി പറയുന്നുണ്ട് 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഒരിക്കലും ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന കോഴ്സുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. കാരണം നമുക്കൊരു ഇതറിയാനാകെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഏത് യൂണിവേഴ്സിറ്റിയാണ് പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവരുടെ സിലബസ് ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അയച്ചു തരും. ഈ സിലബസ് കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ടാവും. ഏതൊക്കെ സബ്ജക്ട്സുകളാണ് ഏതൊക്കെ സമയത്താണ് പഠിപ്പിക്കുന്നത്, സെമസ്റ്റർ 1 ഏതാണ് പഠിപ്പിക്കുന്നത്, സെമസ്റ്റർ 8 പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ഇൻറ്റേൺഷിപ്പ് ഇതിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതാണോ, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ഈ 54 മാസത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണോ ഇൻറ്റേൺഷിപ്പ് തരുന്നതെന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ നേരത്തെ 54 മാസത്തെ ക്ലാസ് പറഞ്ഞ പ്രകാരം ഇപ്പം ചില രാജ്യങ്ങൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയാം ഫിലിപ്പീൻസിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ 4 വർഷത്തെ കോഴ്സാണ് വരുന്നത്. ഇപ്പോൾ 4 വർഷത്തെ കോഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ 54 മാസത്തെ ക്ലാസ് കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ എന്താണ് അത് NMC ഗൈഡ്ലൈൻസ് പ്രകാരം ഇന്ത്യയിൽ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ നിയമങ്ങളും പല രാജ്യങ്ങളും പല രീതിയിലാണ്. ഇപ്പം ഗൈഡൻസ്, ഇപ്പോൾ NMC ഗൈഡൻസ് പ്രകാരം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, മീഡിയം ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. ചില രാജ്യങ്ങൾ ഇംഗ്ലീഷിലല്ല പഠിപ്പിക്കുന്നത്. അപ്പം അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കുട്ടിക്ക് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിർബന്ധമായിട്ടും ഒരു രാജ്യം സെലക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയിൽ തിരിച്ചു വന്ന് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാം പാസ്സായിരിക്കണം. അതുപോലെ തന്നെ FMGE എക്സാം അറ്റൻഡ് ചെയ്തിരിക്കണം. ആൻഡ് NMC ഗൈഡ്ലൈൻസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിലായിരിക്കണം നമ്മൾ പഠിക്കുന്നത്. സോ ഇപ്പോൾ ഇന്ത്യയിൽ തിരിച്ചു വന്ന് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കൺട്രിയിൽ തന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൺട്രീസിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഉണ്ടല്ലോ. ഉണ്ട്. പക്ഷേ ശരിക്കും ഓപ്ഷൻസ് ഉണ്ട്, നല്ല ഓപ്ഷൻസ് ആണ് ശരിക്കും. ഒന്ന് ഈ പറഞ്ഞ നീറ്റ് ഇല്ലാത്ത ആൾക്കാർ ഇപ്പം ചോദിക്കാറുണ്ട്. അപ്പോൾ നീറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും വിദേശത്ത് പോയി പഠിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ വരാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ആ പഠിച്ച രാജ്യത്ത് തന്നെ, ഇപ്പോൾ ഏത് രാജ്യത്താണോ അവർ പഠിക്കുന്നത് ആ രാജ്യത്ത് തന്നെ അവർക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അവിടെ ജോലി ചെയ്യാം. അങ്ങനെയല്ല ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക്, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകണം, ഇപ്പോൾ UK പോകണം അല്ലെങ്കിൽ USA പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയുള്ള ലൈസൻസിങ് എക്സാംസ് പലതും ഉണ്ട്. ഇപ്പം UK ആണെങ്കിൽ പ്ലാബ്, USA USMLE എന്ന് പറഞ്ഞ എക്സാംസ്, ഇതൊക്കെ പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതിന് എന്ത് ചെയ്യേണ്ടത്, അത് ശരിക്കും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളും ആദ്യത്തെ വർഷം അല്ലെങ്കിൽ 2ാമത്തെ വർഷം മുതലൊക്കെ ഈ പറഞ്ഞ പ്ലാബിൻ്റെയും USMLEൻ്റെയൊക്കെ കോച്ചിങ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ പോകാം, ഇന്ത്യയിലേക്ക് വരേണ്ട ആവശ്യമേ ഇല്ല. ഒരുപാട് കുട്ടികൾ അങ്ങനെ ഇപ്പം സെലക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കേട്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളാണെങ്കിലും പല ആൾക്കാരും വിദേശ രാജ്യങ്ങളിലേക്ക് സെറ്റിൽ ആകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. എങ്കിൽ പോലും ചില കൺസേൺസ് ചില പാരൻസിനുണ്ടാവും. അപ്പം അതിൽ ചിലപ്പം ഫീസ് നോക്കുന്ന ആൾക്കാരുണ്ടാവും. അഫോർഡബിൾ ആണോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർ സെലക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ഒന്ന് നോക്കിയിട്ട് അത് ഓക്കെ ആണെങ്കിൽ വിദേശത്ത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മെറിറ്റ് സീറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. പക്ഷേ മെറിറ്റ് സീറ്റ് കിട്ടാത്ത പക്ഷം പ്രൈവറ്റ് സീറ്റ് എടുക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് നമ്മൾ ഫീസ് മാത്രമല്ല അതിൻ്റെ കൂടെ ഡൊണേഷൻ വരുന്നുണ്ട്. അതടക്കം ഒരു MBBS പഠിച്ചിറങ്ങാൻ 80 lakhs to 1 crore ഒക്കെയാണ് ആവുന്നത്.
പക്ഷെ അതേസമയം അതിപ്പം നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അത്ര ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. പക്ഷെ മജോറിറ്റിയും അങ്ങനെ അല്ല. അപ്പോൾ പക്ഷെ അതേസമയം MBBS ഡ്രീം കൊണ്ട് നടക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് നല്ലൊരു ഓപ്ഷനാണ് MBBS അബ്രോഡ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ട്യൂഷൻ ഫീ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, മറ്റ് എക്സ്പെൻസസ് ഒക്കെ എല്ലാം കൂടെ ചേർത്ത് 30 lakhs സ്റ്റാർട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസും അബ്രോഡ് അവൈലബിൾ ആണ്. അതെ അതെ, അത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് പല കുട്ടികളും ഇപ്പോൾ നമ്മളെ സ്റ്റുഡൻസ് തന്നെ അവരെന്തെങ്കിലും വെച്ചാൽ അവരുടെ എക്സ്പെൻസുകൾ പാർട്ട് ടൈം ജോലിയൊക്കെ കണ്ടിട്ട് ചെയ്തിട്ട് അവർ കണ്ടെത്താറുണ്ട്. അപ്പം ഈ പറഞ്ഞ എക്സ്പെൻസൊക്കെ ചിലപ്പം വീണ്ടും കുറയാനുള്ള സാധ്യതയും അപ്പം ഉണ്ടാവും. അതുപോലെ തന്നെ ശരിക്കും വിദേശത്ത് പഠിക്കുന്നതുകൊണ്ട് വേറെയും കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കിപ്പം അവരുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും. അവരുടെ ലാബ് സിസ്റ്റം, അവരുടെ അത്രയും ടെക്നോളജികൾ യൂസ് ചെയ്തിട്ടുള്ള ലാബ് സിസ്റ്റമാണ് ശരിക്കും വിദേശ രാജ്യങ്ങളിൽ പല യൂണിവേഴ്സിറ്റികളുള്ളത്. അവരുടെ റിസർച്ച് ടീമുകൾ അപ്പോൾ ഭയങ്കര അടിപൊളിയാണ് ശരിക്കും. ഇപ്പോൾ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരിക്കലും അവരുടെ പ്രാക്ടിക്കൽ എക്സ്പ്ലോഷറും ഒരു കുറവുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മളിപ്പം ഇവിടെ നമ്മൾ കഡാവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കഡാവേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് പ്രശ്നം എന്തായിരിക്കും വെച്ചാൽ ഒരാൾ തന്നെ പല വർഷങ്ങളായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു കഡാവറായിരിക്കും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന് പലരും കീറി മുറിച്ച് വീണ്ടും തുന്നി കെട്ടി അതിൽ തന്നെ വീണ്ടും പഠിക്കുമ്പോൾ പല കറക്റ്റായിട്ട് ആക്യുറേറ്റായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ മറ്റ് പല വിദേശ രാജ്യങ്ങളിലും കഡാവേഴ്സ് യൂസ് ചെയ്യാറില്ല. കാരണം അവർ ആ ഡെഡ് ബോഡി റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ കഡാവേഴ്സ് അതിന് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അത് യൂസ് ചെയ്യാറില്ല. സ്റ്റിമുലേറ്റഡ് ബോഡികളാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റിമുലേറ്റഡ് ബോഡിയുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്കെല്ലാം കൃത്യമായിട്ട് കറക്റ്റായിട്ട് പഠിക്കാം. ഒരു എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് കഡാവറിൽ പഠിക്കുന്നതിനേക്കാളും കൃത്യമായിട്ട് നമുക്ക് ഈ സ്റ്റിമുലേറ്റഡ് ബോഡിയിൽ പഠിക്കാൻ പറ്റുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം +2 കഴിഞ്ഞ ഉടനെയുള്ള സ്റ്റുഡൻസ് ആണ്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ ആദ്യമായിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോയി നിൽക്കുക എന്ന് പറയുമ്പോൾ, അതും പഠിക്കാനൊക്കെ ആയിട്ട് പോയി മാറി നിൽക്കുക എന്ന് പറയുമ്പം അവിടുത്തെ ഫുഡും ക്ലൈമറ്റും ഒക്കെ ആയിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇപ്പം പല യൂണിവേഴ്സിറ്റീസിലും പല രാജ്യങ്ങളിലും ഇന്ത്യൻ മെസ്സ് അവൈലബിൾ ആണ്, അതുപോലെ ഇന്ത്യൻ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണോ? വളരെ ശരിയാണ്. പല യൂണിവേഴ്സിറ്റികളിലും ശരിക്കും ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ ഹോസ്റ്റൽസ്, ഇന്ത്യൻസിന് വേണ്ടി മാത്രമായിട്ടുള്ള ഹോസ്റ്റൽസ് ഉണ്ട്. ഇന്ത്യൻ മെസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഇതൊക്കെ ശരിക്കും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. സ്വന്തമായിട്ട് മാറി താമസിക്കേണ്ട ആൾക്കാർക്ക് മാറി താമസിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. പക്ഷേ അത് അവർക്ക് തന്നെ സ്വന്തമായി കുക്ക് ചെയ്ത് ഒക്കെ അവർക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അങ്ങനെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടില്ല. ചിലപ്പോൾ ഫസ്റ്റ് ഇയറിൽ പല യൂണിവേഴ്സിറ്റികളും അവർ നിർബന്ധമായിട്ട് ഫസ്റ്റ് ഇയറിൽ അവരുടെ ഹോസ്റ്റലിൽ തന്നെ നിൽക്കണം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയെല്ലാം സെക്കൻഡ് ഇയർ മുതലൊക്കെ മാറി താമസിക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്നും ഇപ്പം ഫുഡിൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ വലിയ പ്രശ്നമില്ല. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രശ്നം ആൾക്കാർ പറയാം, സേഫ്റ്റിയുടെ കാര്യം പറയാറുണ്ട്. സേഫ്റ്റിയുടെ കാര്യം പറയുമ്പോൾ പഠിപ്പിക്കുന്ന പല ആൾക്കാരും അവരെ കൂടെ തന്നെ താമസിക്കുന്ന അത് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പഠിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ചോദിക്കാൻ പറ്റും. സീനിയേഴ്സ് ഉണ്ടാവും, എല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് തന്നെയാണ്. കാരണം വിദേശത്ത് നിന്ന് പല രാജ്യങ്ങൾ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ശരിക്കും വളരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സീനിയേഴ്സൊക്കെ നിൽക്കാറ്. എന്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ പല ആൾക്കാരും ശ്രമിക്കാറുണ്ട്. പിന്നെ പഠിപ്പിക്കുന്ന അവരുടെ കൂടെ തന്നെ താമസിക്കുന്നതുകൊണ്ട് തന്നെ അപ്പോഴും അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഈ പറഞ്ഞ പല യൂണിവേഴ്സിറ്റികളും അവർക്ക് അനുവദിക്കുന്നുമുണ്ട്. പിന്നെ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലൊക്കെ സേഫ്റ്റി നോക്കുകയാണെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ക്ലാസ് റൂമിലേക്ക് അല്ലെങ്കിൽ അവരുടെ ബിൽഡിങ്ങിലേക്ക് കോമ്പൗണ്ടിലേക്ക് കയറണമെങ്കിൽ അവരുടെ കുറേ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട് അവർക്ക് ശരിക്കും. അപ്പോൾ അതൊക്കെ പാലിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. ഇപ്പം പുറത്തുനിന്ന് ഒരാൾക്ക് വെറുതെ വന്ന് അങ്ങനെ കയറാനോ ഒന്നും ശരിക്കും പറ്റില്ല. അപ്പോൾ അങ്ങനെ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള സേഫ്റ്റി ആയിട്ടുള്ള പല രാജ്യങ്ങളും ഇന്ന് ശരിക്കും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്തൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ആൾക്കാർ അന്വേഷിക്കാതെ എവിടെയെങ്കിലും പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടൊരു ഗൈഡ് ലൈൻസ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. അതുകൂടാതെ അവിടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് അവിടെ എപ്പോഴും ഉണ്ടാവും. അപ്പം നമുക്കൊരു എന്താവശ്യം വന്നു കഴിഞ്ഞാലും അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും. അപ്പം അവിടെ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് ആ റെപ്രസെൻറ്റേറ്റീവ് കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാവുന്നുള്ളൂ. എപ്പോഴും എന്ത് സഹായത്തിനും ഒരാളവിടെ എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ്. ആൻഡ് അത് മാത്രമല്ല, അഡ്മിഷൻ എടുക്കുന്ന സമയത്താണെങ്കിലും അതിന് മുന്നേ ആണെങ്കിലും പാരൻസിനും സ്റ്റുഡൻസിനും എന്ത് കൺസേൺസ് ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് അത് അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ തന്നെ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനെയും അതുപോലെ അവരുടെ പാരൻസിനെയും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെയും ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ വാട്ട് എവർ ഡൗട്ട്സ് യു ഹാവ്, എന്ത് കൺസേൺ ഉണ്ടെങ്കിലും എപ്പോഴും വെസ്റ്റ്മൗണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എനിക്ക് പറയാനുള്ളത് പാരൻസിനോടാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കും ഇപ്പോഴും പല കൺഫ്യൂഷൻസ് ഉണ്ടായേക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇതിനകത്ത് ഭയങ്കര എക്സ്പേർട്ടാണ്, ഇതിനകത്ത് അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരുമിച്ച് നിങ്ങളുടെ മക്കളുടെ ഡോക്ടറാവുക എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. താങ്ക് യു.